ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളും മാധ്യമപ്രവർത്തകനും ആയന്നൂർ നിവാസിയുമായ TP മനോജ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, സിന്ധു ടോമി എന്നിവർ രക്ഷാധികാരികളായും, ജിനോ ഫ്രാൻസിസ് ചെയർമാനായും, V രവീന്ദ്രൻ ജനറൽ കൺവീനറായും, രാജു ചുണ്ട, വിജയൻ വയക്കര എന്നിവർ വൈസ് ചെയർമാൻമാരും, AG ഭാസ്കരൻ, PD വിനോദ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും, TV പ്രസാദ് ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ചു. ചികിത്സാ സഹായ ഫണ്ടിലേക്ക് AV കാർത്തിയായിനി 15,000 രൂപ ചികിത്സാ സഹായമായി നൽകി. പ്രിയപ്പെട്ട മനോജിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. മനോജിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ആയന്നൂർ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ഏകദേശം 30 വർഷത്തോളമായി ചെറുപുഴ ടൗണുമായി ബന്ധപ്പെട്ട്, ചെറുപുഴ പ്രദേശവുമായി ബന്ധപ്പെട്ട് മാധ്യമ രംഗത്തും അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ചെറുപുഴയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് TP മനോജ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗം ബാധിച്ച് 2 വൃക്കകളും തകരാറിലായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലില് ചികിത്സയിലാണ് നിലവിലുള്ളത്. ചികിത്സയുടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അതിന്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കുക എന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റിവെക്കാനുള്ള കാലതാമസം ഉണ്ടാവും. ആ കാലതാമസം വരുന്നിടം വരെ, അതിനുള്ള പ്രൊസീജിയർ നടക്കുന്നിടം വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി അവിടുന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ 2 ദിവസം മുമ്പ് വീട്ടിലേക്ക് തിരിച്ചെത്തി. ആഴ്ചയിൽ 3 ദിവസം കരുവഞ്ചാല് പോയിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഡയാലിസിന് പോയിട്ട് ആണുള്ളത്. അപ്പം ആ രീതിയിൽ ആണ് മനോജ് ശാരീരികാവസ്ഥ ഇപ്പം നിലവിലുള്ളത്. നമുക്കൊക്കെ പ്രിയപ്പെട്ടവനാണ്. മനോജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വേണു ഒരു ഏകദേശ ധാരണ തരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് അടുത്ത നടപടി എന്നുള്ളതിനെ കുറിച്ചും സ്വാഗതത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മൾ മനോജിന്റെ സുഹൃത്തുക്കളായ ആളുകൾ വളരെയധികം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ മാത്രം വിചാരിച്ചാൽ പക്ഷേ ഈ വലിയൊരു സംഖ്യ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു വലിയ സംഖ്യ സംഘടിപ്പിച്ച് മനോജിന്റെ ഈ രോഗാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുകയാണ്. അതിനാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ബാധ്യതയായി നമ്മളിത് കാണുകയാണ്, നമ്മുടെ ഉത്തരവാദിത്വമായി നമ്മളത് ഏറ്റെടുക്കുകയാണ്. ആ നിലയിൽ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും, ഇതിലിപ്പോൾ അധികം കാര്യമായി ആലോചിക്കാനൊന്നുമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയതുകൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തത ഇനിയും വരേണ്ടതുണ്ടാവും. ഡോണർ ഉണ്ടോ, ഡോണർ ആരാണ്, അത് ക്രോസ് മാച്ചൊക്കെ ചെയ്തിട്ട് ആയ ഘട്ടത്തിലാണോ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കുമെങ്കിലും അറിയത്തില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. അതിപ്പോ അറിയാമെന്നത്രേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇതുവരെ നമ്മളൊരു ഡോണറെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഡോണറെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ നടക്കുക, അതല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മറ്റു ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. വൃക്ക ലഭ്യമാക്കാൻ വേണ്ടി മറ്റു ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടിയാൽ എവിടെ നിന്നെങ്കിലും അങ്ങനെ ഒരു തയ്യാറായ ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാലും ആ വൃക്ക മനോജിന്റെ ശരീരത്തിന് യോജിച്ചതായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നീണ്ട പരിശോധനകൾക്കൊക്കെ വിധേയമാക്കേണ്ടത്. വൃക്ക മാറ്റിവെക്കൽ കഴിഞ്ഞാലും, ഇപ്പോൾ തിങ്കളാഴ്ച വൃക്ക മാറ്റിവെക്കൽ കഴിഞ്ഞാൽ പിന്നെ തുടർന്നൊരു 3 മാസത്തേക്ക് അവര് ഏത് ആശുപത്രിയിലാണോ ചികിത്സയ്ക്ക് വിധേയനാവുന്നത് ആ ആശുപത്രിയിൽ എപ്പോഴും എത്താവുന്ന വിധത്തിൽ വളരെ സൗകര്യപ്രദമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയും നമ്മുടെ ഭാഗത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോടോ എറണാകുളത്തോ
ഞാൻ ഒരു കുടുംബം പോലെ, ജയ എൻ്റെ കുടുംബശ്രീയിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് ആ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. 25 വർഷമായി നന്നായിട്ടറിയാം. അതുപോലെ ഇപ്പോൾ ഈ രോഗാവസ്ഥ നമുക്കറിയാം. കിഡ്നി രോഗം മറ്റുള്ള ചെറിയ രോഗം പോലെ, ക്യാൻസറോ അങ്ങനെയൊന്നും പോലെയല്ല. ഇതിന് ഭാരിച്ചൊരു ചിലവ് വരുന്ന ഒരു ചികിത്സ തന്നെയാണ്. അപ്പം ഞങ്ങളതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ അച്ഛൻ ഇതുപോലെ ഒരു 2-3 വർഷത്തോളമായി ഡയാലിസിസ് ആഴ്ച 3 ദിവസം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതിയിൽ നമുക്കറിയാം ചെറിയ രീതിക്കൊന്നും ഇത് പോകുകയില്ല. 40 ലക്ഷം ഒരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ എത്രയോ 10 മടങ്ങ് വേണ്ടി വരും ഇതിൻ്റെ ചികിത്സയ്ക്ക്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഇത് മാറ്റി വെച്ച് കഴിയുമ്പം അതിൻ്റെ തുടർ ചികിത്സയാണ്. വീണ്ടും നമുക്കത് മാച്ചാവുമോ പിന്നെ എന്താ വരുന്നതെന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പം ഡയാലിസിസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. 4 മണിക്കൂർ അവിടെ പോയി കിടക്കുക, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കുമ്പം അതിനേക്കാളും ഏറെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ചികിത്സയാണ്. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് ചെയ്യാതിരിക്കാൻ പറ്റും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.